ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. ഷെൻഷൻ ബോക്സുവിനോട് സംസാരിച്ചു വരുന്ന സമയത്ത് ഫാൻ ഗേൾസ് എല്ലാവരും ഷെൻഷനെ വളയുന്നു. ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഗേള്, ഞാൻ നിനക്കൊരു വാണിംഗ് തരാം, അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്, നിനക്കതിന് പറ്റില്ല എന്നാണെങ്കിൽ ക്വിറ്റ് ചെയ്ത് ജോലിയിൽ നിന്ന് പൊക്കോ എന്ന് പറയുന്നു. ഷെൻഷൻ, നിങ്ങൾ ബോക്സുവിന്റെ ഫാൻസ് ആണെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്, അത് അവനെയാണ് മോശമായിട്ട് ബാധിക്കുക എന്ന് പറയുന്നു. അപ്പൊ വേറൊരു ഗേള്, അച്ചച്ചോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നേ, നീ പുറത്ത് ഇന്നസെന്റ് ആയിരിക്കാം എന്നാ ഉള്ളിലൊരു സാത്താനാ, ബോക്സ് നല്ലവനാ, നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, നിനക്ക് എങ്ങനെയാ അവനെ ഫോഴ്സ് ചെയ്യിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. വേറൊരാള്, ഞങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടു, ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. വേറൊരു ഗേള് വന്ന്, ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഷെൻഷനെ ഉന്തുന്നു. ഷെൻഷന്റെ കാല് പടം മറയുന്നു. ഫാൻ ഗേൾസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ പോയില്ല എന്നാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് ഷെൻഷൻ പറയലും, നീ ഞങ്ങളെ പേടിപ്പിക്കുവാണോ, ഞങ്ങൾക്ക് എല്ലാവർക്കും 18 വയസ്സിൽ താഴെയാണ്, അതുകൊണ്ട് നിയമം ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നൊരു ഫാൻ പറയുന്നു. വേറൊരു ഗേള്, നീ സംസാരം നിർത്ത്, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഷെൻഷനെ അടിക്കാൻ നിൽക്കുന്നതും സീറോ എന്ന് ആ പെണ്ണിന്റെ കൈ പിടിച്ചു വെക്കുന്നു. ആ ഫാൻ ഗേള്, നീ ആരാ, ഞങ്ങൾ ബോക്സുവിന്റെ ഫാൻസ് ആണ്, ഈ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട, അത് നിനക്ക് നല്ലതിനായിരിക്കില്ല എന്ന് പറയുന്നു. സീറോ ദേഷ്യത്തിൽ കൈവിട്ട് ഒരാളെ പബ്ലിക്കായിട്ട് അതും കാര്യം അറിയാതെ തല്ലുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ സ്റ്റാർ എന്റർടൈൻമെന്റിലാണ്, ബോക്സുവിന്റെ ജൂനിയർ ആണ്, ഞാനും ഈ സംഭവം കണ്ടതാണ്, നിങ്ങൾ കണ്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ക്ലിപ്സ് ആണ്, നിങ്ങൾ പൊട്ടന്മാരാവാതെ നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. ഫാൻ ഗേൾസ്, ഞങ്ങൾ അതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നു. വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇവളെ തൊടരുത് എന്ന് പറഞ്ഞ് ഷെൻഷനെ കൂട്ടിക്കൊണ്ട് പോവാൻ നിൽക്കുവാണ് സീറോ. ഈ സമയത്താണ് കാല് വേദനിച്ച് ഷെൻഷന് നടക്കാൻ പറ്റുന്നില്ല എന്ന് അവന് മനസ്സിലാവുന്നത്. സീറോ ആ ഫാൻ ഗേൾസിനെ ദേഷ്യത്തോടെ നോക്കുന്നു. പിന്നീട് ചിന്തിച്ച് നിൽക്കാതെ ഷെൻഷനെ എടുത്ത് അവിടെ നിന്ന് നടക്കുന്നു. അവളെ താഴെ ഇറക്കാൻ പറയുന്നുണ്ട്. സീറോ ഇല്ലാന്ന് പറയുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും ടാക്സിയിൽ ഷെൻഷന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ സീറോവിനോട് താങ്ക്സ് പറയുന്നു. സീറോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവക്ക് ബോക്സുവിന്റെ കോള് വരുന്നു. നീ എവിടെയാ, എന്റെ കോൾ എന്താ എടുക്കാത്തെ, എന്തിനാ എന്റെ കോള് കട്ട് ചെയ്തേ, എന്തെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോൺ സ്റ്റോപ്പ് ആയിട്ട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഷെൻഷൻ കോള് കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് സീറോ, അവന് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടല്ലേ, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷനും, ആ കെയറിംഗ് ഒക്കെ തന്നെ, അതും ഇന്ന് മാത്രം, റീസൺ എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുന്നു. അതാണ് പ്രശ്നം എന്ന് സീറോ പറയുമ്പോൾ, നീയും ആ റൂമേഴ്സ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. സീറോ ഇല്ലാന്ന് റിപ്ലൈ കൊടുത്ത്, ബൈ ദ വേ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്, മിസ്റ്റർ ചാങ് എന്നോട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് നിന്റെ അഡ്വൈസ് വേണം, ഏത് സോങ് ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ, നിനക്കറിയാലോ എന്റെ മനസ്സിൽ ഏത് സോങ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. ലവ് ആണോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. സീറോ, ഡയറക്ടർ തന്നെ ഒരു തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സോങ് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്, എന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പാടണമെന്ന് വിചാരിച്ച സമയത്ത് തന്നെയായിരുന്നു ആ പറഞ്ഞത് എന്ന് പറയുന്നു. ഇപ്പൊ സീറോ ഷെൻഷനെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ബോക്സു ഷെൻഷനെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. നീ എവിടെയാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് സീറോവിനെ നോക്കി, പിന്നെ ഇവനെയും എന്നൊരു ദേഷ്യത്തിൽ പറയുന്നു. ഷെൻഷൻ അപ്പൊ തന്നെ സീറോവിന്റെ പിടിയിൽ നിന്ന് മാറുന്നു. ബോക്സ് അവനെ നോക്കുന്നത് കണ്ട് സീറോ, നിന്റെ ഫാൻസ് ഷെൻഷനെ ഉപദ്രവിക്കുമ്പോഴാണ് ഞാനിത് കണ്ടത് എന്ന് പറയുന്നു. ബോക്സു, ആഹാ, എന്റെ മാനേജറിനെ സേവ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്, ഇപ്പൊ അവൾ ഓക്കെയാണ്, ഇനി നിനക്ക് പോവാട്ടോ, ബൈ ബൈ എന്ന് പറഞ്ഞ് ഷെൻഷനെ പിടിക്കലും അവള്, ഇത് എന്റെ വീടാണ്, നീ ഈ കാര്യം നോക്കണ്ട എന്ന് പറയുന്നു. ബോക്സു, പിന്നെന്താ വേണ്ട, ഇവനെ ഡിന്നറിന് ക്ഷണിക്കണോ എന്ന് ചോദിക്കുന്നു. അതിലെന്താ തെറ്റ്, സീറോ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്, നിനക്ക് ഞാൻ കുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഷെൻഷന വയ്യാത്ത കാലം വെച്ച് എഴുന്നേൽക്കുന്നതും ബോക്സു അവളെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് സീറോവിനോട്, നീ ഭയങ്കര ലക്കിയാടാ, ഇവളില്ലേ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷെൻഷനോട്, പോയി കുക്ക് ചെയ്യേ എന്ന് പറയുന്നു. ഷെൻഷൻ, അത് അവന് വേണ്ടി മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് എന്ന് പറയലും ബോക്സു, നീ എന്തിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്നേ, ഒരാൾ കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ, ഇനി ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, നീ പോയി കുക്ക് ചെയ്യേ എന്ന് പറയുന്നു. ഇതൊക്കെ കണ്ട് സീറോ, നിനക്ക് വയ്യാത്തതല്ലേ, ഞാനിനി നിൽക്കുന്നില്ല എന്ന് ഷെൻഷനോട് പറയുന്നു. അയ്യോ, നീ പോകുവാണോ, അപ്പൊ നീ നിൽക്കുന്നില്ലേ, ഇനി എല്ലാ ഫുഡും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ബോക്സ് പറയുന്നു. സീറോ ബായ് പറയുന്നതും ഷെൻഷൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നു. ബോക്സു ആ സെക്കൻഡിൽ തന്നെ അവളെ പിടിച്ചിരുത്തി, ഞാൻ പറഞ്ഞയച്ചോളാം എന്ന് പറഞ്ഞ് അവളെ കസേരയിൽ ഇരുത്തുന്നു. നേരെ സീറോവിന്റെ അടുത്തേക്ക് പോയി, പോവാം എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ വീണ്ടും സീറോവിനോട് സംസാരിക്കാൻ നിൽക്കുവാണെന്ന് കണ്ട് ബോക്സ് സീറോവിന്റെ തോളിലൂടെ കൈയിട്ട്, നീ വേഗം പോവാൻ നോക്ക്, പൊക്കോ ബൈ ഡാ, സീ യു ഡാ, ഓക്കെ ഡാ, ടേക്ക് കെയർ ഡാ എന്ന് പറഞ്ഞ് സീറോവിനെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവൻ തിരിച്ചു വരുന്നത് കണ്ട് ഷെൻഷൻ, നീ അവനെ പറഞ്ഞയച്ചില്ലേ, നിനക്ക് ഒക്കൂടെ എന്ന് ചോദിക്കുന്നു. എന്തിന്, അപ്പൊ നീ ഡിന്നർ ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്റെ കാല് വേദനിക്കുന്നുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. നീ എന്താ കാല് വെച്ചാണോ കുക്ക് ചെയ്യാൻ പോണേ എന്ന് ബോക്സ് ചോദിക്കുന്നു.
അതിനവൾ തുറിച്ചു നോക്കുന്നത് കണ്ട് ബോക്സു എനിക്കറിയാം നീ ഭയങ്കര മടിച്ചിയാണെന്ന്, പിന്നെ എന്തിനാ സീറുവിന് വേണ്ടി കുക്ക് ചെയ്യണമെന്നും പറഞ്ഞ് വാശി പിടിച്ചേ എന്നവൻ ചോദിക്കുന്നു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അവനെ ചവിട്ടി പുറത്താക്കിയതിന് നിനക്ക് ഡിന്നറില്ല എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു നീ ചുമ്മാ കള്ളം പറയല്ലേ, അവൻ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു, അത് നീയും കണ്ടതല്ലേ, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, ചവിട്ടി പുറത്താക്കിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അവനോട് തർക്കിക്കാൻ നിന്ന വായിലെ വെള്ളം പറ്റുന്നല്ലാതെ വേറെ ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നറിയാവുന്നത് കാരണം ഷെൻഷൻ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുവാണ്. ഇത് കണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ബോക്സ് ഹെൽപ്പാൻ പോകുമ്പോൾ ഡെലിവറി ബോയ് ഫുഡ് കൊണ്ടുവരുന്നു. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഷെൻഷൻ പറയലും ബോക്സു ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നു. അവൻ ആ ഫുഡ് വാങ്ങി നിന്റെ കാലിന് വയ്യാത്തത് കാരണം നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഈ ഫുഡ് എന്നും പറഞ്ഞ് ഷെൻഷന് തലയിൽ 2 തട്ടും തട്ടി ബോക്സ് സ്വന്തം വീട് പോലെ ഷെൻഷന്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. ഇപ്പൊ സീറുവും പ്രസിഡന്റും റെക്കോർഡിംഗ് റൂമിലാണ്. പ്രസിഡന്റ് ഷെൻഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായി, ഞാൻ ഫാൻസ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിരുന്നു എന്ന് പറയുന്നു. സീറു അത് പിന്നെ അവളെ ആരും മോശക്കാരിയായി കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ നീ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നിന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തതാണോ എന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. സീറോ മറുപടിയൊന്നും കൊടുക്കാത്തത് കാരണം അവനോട് സത്യത്തിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ സങ്കടം മാറ്റാൻ മ്യൂസിക്കിന് പറ്റും, എന്നാൽ നീ ഫേമസ് ആവണം, അതിനുശേഷം മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ. നിനക്ക് മ്യൂസിക്കിൽ ഇപ്പോൾ ഉള്ളൊരു പാഷൻ ഇല്ലേ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഞങ്ങൾ ചെലവാക്കുന്നുണ്ട് എന്ന കാര്യവും നീ മനസ്സിലാക്കണം. അത് മ്യൂസിക്കിനും ബിസിനസിനും വേണ്ടിയാണ്. എന്നെ നീ വിശ്വസിക്ക്. നീ പോപ്പുലർ ആയി കഴിഞ്ഞാൽ നിനക്ക് എന്താണോ ഇഷ്ടം അത് നിനക്ക് പറയാം, ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കണം. റിലേഷൻഷിപ്പ് പാടില്ല, റൂമേഴ്സും പാടില്ല എന്ന് പറഞ്ഞ് പോപ്പുലർ ആയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലാവുന്നതിന് പ്രശ്നമില്ല എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് പ്രസിഡന്റ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ പ്രസിഡന്റ് ഷെൻഷനോട് സംസാരിക്കുവാണ്. ബോക്സും മാത്രമല്ല സീറുവും ഇപ്പൊ നീ കാരണം പ്രശ്നത്തിലാണ്, ഇതൊരു മാനേജർ ചെയ്യേണ്ട പണിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അതിന് ബോക്സും ഞാനും തമ്മിൽ അതുപോലെ ഒരു റിലേഷൻ ഇല്ല. പിന്നെ സീറു അവൻ എന്നെ സേവ് ചെയ്യാനാണ് ശ്രമിച്ചത്, ഞാനും അവനും നല്ല ഫ്രണ്ട്സ് ആണ്, അതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് പറയുന്നു. പ്രസിഡന്റ് ഫൈൻ, ഞാൻ ഇപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് സീറുവിനോട് സംസാരിച്ചിരുന്നു. നീ അവനെ ശരിക്കും ഫ്രണ്ടായിട്ടാണ് കാണുന്നതെങ്കിൽ നീ അവന്റെ കാര്യവും ചിന്തിക്കണം. അവനിൽ നിന്ന് കുറച്ച് അകലം പാലിക്കണം. കാരണം ഒരു സ്റ്റാർ ആവാനുള്ള പൊട്ടൻഷ്യൽ അവനുണ്ട്. കുറച്ചു വർഷത്തിനുള്ളിൽ അവനെ ഞാനൊരു ഐഡലാക്കും. എനിക്കറിയാം നീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന്. എന്നാൽ ഈ കാര്യത്തിൽ കുറച്ച് റൂമേഴ്സ് ഉണ്ട്. നീ എത്ര തന്നെ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ആരും വിശ്വസിക്കണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആളുകൾ പറയും, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലാവുമ്പോ എന്ന് പറയുന്നു. ഷെൻഷനും ഞാനത് ശരിയാക്കാം എന്ന് പറയുന്നു. പ്രസിഡന്റ് എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നിനക്ക് നല്ല ഐഡിയാസും ടാലന്റും ഉണ്ട്. നീ മാനേജറായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്, സോ പ്രഷർ ഒരുപാടുണ്ടാവും. പക്ഷേ നിന്നെ കൊണ്ട് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ വീട്ടിലെ ഷെൻഷനും യുവാനും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് യുവാൻ ചോദിക്കുന്നു. ഷെൻഷൻ എനിക്ക് ഒരു ഐഡിയയും ഇല്ല, ഇതൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാനും ആദ്യം ആ ഫാൻ ക്ലബ് ലീഡറിനോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. എന്നാ ഇനിയില്ല, ഇനി നമ്മുടെ പണി നമ്മൾ ചെയ്യണം എന്നവള് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഷെൻഷൻ ബോക്സുവിന്റെ വീട്ടിലേക്ക് വന്ന് അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുവാണ്. ബോക്സു റിങ് ഡിസൈൻ ചെയ്യുമായിരുന്നു, സോ അത് നിർത്തിയിട്ട് കഴിക്കാൻ വരുന്നു. ഷെൻഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ച് നിനക്ക് വേറൊരു ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോണ് കാണിച്ചു കൊടുക്കുന്നു. സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ഫാൻകളില്ലേ, അവള് എക്സാമില് 68 പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. ബോക്സു ഹാപ്പി ആവുന്നു. ഷെൻഷൻ അവൾ ഓരോ സബ്ജക്റ്റിലും മിനിമം 60 പോയിന്റ്സ് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. അവളുടെ പ്രോഗ്രസ് നീ കാണണം എന്ന് പറഞ്ഞു. മാത്രമല്ല എക്സാം കഴിയാതെ അവൾ നിന്നെ കാണാൻ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഷെൻഷൻ ഇന്നെനിക്ക് ഫാൻ ഗ്രൂപ്പുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നു. ബോക്സു എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പതിവ് റിപ്ലൈ. ഇപ്പൊ ഫാൻസും ഷെൻഷനുമായിട്ട് മീറ്റിംഗ് നടക്കുവാണ്. ഷെൻഷൻ ഒറ്റയ്ക്കും ഫാൻസ് ഒരുപാട് പേരും. ക്ലബ് ലീഡർ എനിക്ക് ഷെൻഷന്റെ കാര്യത്തിൽ കംപ്ലൈന്റ് ഉണ്ട്. ഷെൻഷൻ ബോക്സുവിന്റെ മാനേജറായിട്ട് ഇരുന്നിട്ട് ആരും അല്ലാത്ത സീറോവിന് വേണ്ടി എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യുന്നുണ്ട്. ആരോ ഇവരുടെ റിലേഷൻഷിപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഷെൻഷൻ ഒരുപാട് കൈക്കൂലി വാങ്ങുന്നുണ്ട്. ഞങ്ങൾ പൈസ തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി തന്നില്ലെങ്കിലോ ബോക്സുവിനെ കുറിച്ചുള്ള ഒരു ന്യൂസും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഞങ്ങൾ ബോക്സുവിന്റെ ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. ബാക്കി എല്ലാവരും കോറസ് പോലെ അത് ഏറ്റു പറയുന്നു. ഷെൻഷൻ എല്ലാ കാര്യവും സമാധാനത്തിൽ കേൾക്കുന്നു. എന്തായാലും ജയിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിച്ച് ഷെൻഷൻ അവളുടെ സംസാരം തുടങ്ങുന്നു. ആദ്യം എനിക്കും ബോക്സുവിനും കിട്ടിയ ഗിഫ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. കിട്ടുന്ന ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ ഡയറക്ടർ യുവിനോട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതാണ് ഗിഫ്റ്റിന്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അത് തുറന്നു കാണിച്ച് ഈ ഗിഫ്റ്റ് ഒക്കെ കമ്പനിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കമ്പനി പിന്നീട് അത് ക്യാഷ് ആക്കി മാറ്റി ലവ് ബോക്സു എന്ന പേരിൽ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാറാണ് പതിവ്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്ന് പറയുന്നു. എനിക്കറിയാം ലവ് ബോക്സ് ഒരുപാട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കരുതിയിരുന്നത് അതേതോ റിച്ച് ഗേൾ ആണെന്നാണ്. അതപ്പോ ഒരു മാനേജറാണോ ഡൊണേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഫാൻസിന്റെ ഇടയിൽ തന്നെ സംസാരം വരുന്നു. ഷെൻഷൻ
രണ്ടാമത്തേത് കൈക്കൂലി എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ക്ലബ് ലീഡർ കൊടുത്ത പണം ഷെൻഷൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടായ സംസാരം റെക്കോർഡ് ചെയ്ത് വെച്ചത് അവള് കേൾപ്പിക്കുന്നു. അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞ് 2 കവർ നിറയെയുള്ള ബോക്സുവിന്റെ ഫാൻ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത് എന്ന് ഫാൻസ് ചോദിക്കുന്നതും ഷെൻഷൻ വാങ് എന്നു പേരുള്ള ഈ പ്രൊഡക്ട്സിന്റെ സപ്ലയറെ കുറച്ചൊന്ന് അന്വേഷിച്ചപ്പോ കിട്ടി. വേറെ ആരുമല്ല, ഈ ക്ലബ് ലീഡറിന്റെ അമ്മയുടെ ബ്രദറാണ്, അതായത് അങ്കിള്. ഇത് വില കുറവും നല്ലതും ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങാം, അതിനും കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാർക്കറ്റിലെ വിലയുടെ 2 മടങ്ങാണ് ഇവർ ഇതിന് വാങ്ങുന്നത് എന്നും ഷെൻഷൻ പറയുന്നു. ഇത് കേൾക്കുന്നതും ഫാൻസ് എല്ലാവരും ക്ലബ് ലീഡർക്കെതിരെ തിരിയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ബോക്സും ഞാനും തമ്മിലുള്ള റൂമർ. ക്യാമറ ഉള്ളിൽ വെച്ച് ഫാൻസ് സെൻഡ് ചെയ്ത ഡോളാണിത്. ഇതും നിങ്ങളുടെ ലീഡറിന്റെ തന്നെ പണിയാണ്. സോ നീയാണ് ആ ഫോട്ടോസിനും റൂമറിനും എല്ലാം കാരണം. ബോക്സുവിന്റെ ഇമേജും ഇവള് കാരണം തന്നെ നശിക്കും. അതുകൊണ്ട് തന്നെ ഇവളെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു ഫേക്ക് ഫാൻ എന്ന് വിളിക്കാം എന്ന് ഷെൻഷൻ പറയുന്നതും ക്ലബ് ലീഡറെ ഫാൻസ് എല്ലാവരും കൂടെ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചതല്ലായിരുന്നോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് പൊരിച്ചെടുക്കുന്നു. ഷെൻഷൻ ജയിക്കുന്നു. ഇപ്പോൾ ഡയറക്ടർ യു ഷെൻഷനോട് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല, ബാക്കിയുള്ളവർ നിന്റെ കൂടെ അവളെ പുറത്താക്കാൻ നിന്നോ, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, എങ്ങനെയാ നീ ഇത് ചെയ്തേ എന്ന് ചോദിക്കുന്നു. സത്യത്തില് ബോക്സുവിന് ഇഷ്ടമുള്ള കുട്ടികൾ ഇന്നസെന്റ് ആണ്, ലീഡർ ഒരു കള്ളിയാണ് എന്നറിഞ്ഞപ്പോൾ അവര് പുറത്താക്കി. ഇപ്പോ ഫാൻസ് എല്ലാവരും നല്ല ആക്റ്റീവാണ്. മാത്രമല്ല ഒളിക്യാമറ വെക്കുന്ന ഷോപ്പൊക്കെ പോലീസ് കണ്ടുപിടിച്ചു. പിന്നെ ആ ക്ലബ് ലീഡറിനെയും ഫാൻസിന് പല കാര്യങ്ങളിലും ഇപ്പൊ നല്ല അറിവുണ്ട്, അവരുടെ സ്വഭാവത്തിനും മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഷെൻഷൻ പറയുന്നു. ഡയറക്ടർ യു അവളെ അഭിനന്ദിക്കുന്നു. കമ്പനിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റിനെതിരെ ഒരു എൻക്വയറി നടക്കുവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷവും പ്രസിഡന്റ് ഡള്ളായിട്ടിരിക്കുവാണ്. ഡയറക്ടർ ഡു വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഓഫീസിലേക്ക് ഇട്ട ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതിരിക്കുന്ന പ്രസിഡന്റിനെയാണ്. ഡയറക്ടർ ഡു പ്രശ്നം എന്താന്ന് ചോദിക്കുന്നു. പ്രസിഡന്റ് കാര്യം പറഞ്ഞ് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ലിസ്റ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഡയറക്ടർ ഡു റിപ്ലൈ കൊടുക്കുന്നു. നീ നിന്റെ അച്ഛനോട് ഈ കാര്യമൊന്നും സംസാരിക്കണം, അച്ഛന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ഡീൽ ചെയ്ത് നല്ല പരിചയമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല നല്ല ഐഡിയാസ് ഉണ്ടാവും എന്ന് പ്രസിഡന്റ് പറയുന്നു. ഡയറക്ടർ ഡു അച്ഛന്റെ അടുത്ത് പോകുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അച്ഛന്റെ ആരോഗ്യവും വളരെ മോശമാണ്. ഒരു തവണ നീ ഉണ്ടാക്കിയ പ്രോബ്ലം അച്ഛൻ തന്നെയല്ലേ ഫിക്സ് ചെയ്ത് തന്നത്, നീ ഉണ്ടാക്കുന്ന പ്രശ്നം നീ തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നതും പ്രസിഡന്റ് നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഡയറക്ടർ ഡൂവും അതുകൊണ്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. എങ്കിലും ഡയറക്ടർ ഡു പിറ്റേ ദിവസം അച്ഛനെ മീറ്റ് ചെയ്ത് കമ്പനിയുടെ പ്രശ്നമൊക്കെ പറയുന്നു. ഡയറക്ടർ ഡൂവിന്റെ അച്ഛനും ഓക്കെ പറഞ്ഞ് സൊല്യൂഷൻ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ കമ്പനി എങ്ങനെയുണ്ട്, വൈസ് പ്രസിഡന്റ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഇപ്പൊ ഞാൻ അവളെ ടോട്ടലായിട്ട് ഇഗ്നോർ ചെയ്തു എന്ന് ഡയറക്ടർ ഡു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അച്ഛനും ഓക്കെ പറയുന്നു. ഇപ്പൊ ഷെൻഷനും ബോക്സും ഒരു ചാരിറ്റി ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുവാണ്. അവിടെയുള്ള കുറച്ച് കുട്ടികളുടെ കൂടെ ബോക്സ് സംസാരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സും അവിടെയുണ്ട്. അതിലൊരു കുട്ടി നിങ്ങളുടെ അച്ഛൻ ഒരു വലിയ പണക്കാരനാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അച്ഛൻ എവിടെയാ പഠിച്ചത്, ബിൽഗേറ്റ്സ് ഒക്കെ പഠിക്കാതെ അല്ലേ പണക്കാരനായത്, അപ്പൊ റിച്ച് ആവാൻ വേണ്ടിയിട്ട് കോളേജിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ, പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ റിപ്പോർട്ടേഴ്സ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നു. ആ കുട്ടികളെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഇവിടെ കുറച്ച് കുട്ടികളെ ഉള്ളോ എന്ന് ബോക്സ് ചോദിക്കുന്നു. അതിലൊരു റിപ്പോർട്ടർ ഞങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത കുട്ടികളാണിത്, ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട്, അവർ സൗണ്ട് ഉണ്ടാക്കുമെന്ന് ചെറിയൊരു പേടി, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിക്കാതിരുന്നത്, നിങ്ങൾക്ക് പിന്നീട് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാമോ എന്ന് പറയുന്നു. ബോക്സുവിന് പണ്ടേ റിപ്പോർട്ടേഴ്സിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദേഷ്യം ഉള്ളതുപോലെയാണ് ഉത്തരം കൊടുക്കുന്നത്. ഷെൻഷൻ അതെല്ലാം മാറ്റി ബോക്സ് ഉദ്ദേശിച്ചത് അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടേഴ്സിന് അടുത്ത ന്യൂസിനുള്ള വക ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ശരിയാവില്ല എന്ന് കണ്ട ഷെൻഷൻ അവരോട് ബ്രേക്ക് എടുക്കാൻ പറയുന്നു. അവര് പോകുന്നതും ഷെൻഷൻ നിന്നോട് ആരാ അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. എനിക്ക് ഈ റിപ്പോർട്ടേഴ്സിനെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ഷെൻഷൻ നിനക്ക് അവരോടൊന്ന് നന്നായി സംസാരിച്ചൂടെ എന്ന് ചോദിക്കുന്നു. നീ എന്താ ഉദ്ദേശിച്ചേ, ഞാൻ അവരോട് നന്നായിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നേ, അതൊക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുണ്ടാവും. ഈ അഗ്രസീവ് ആയിട്ടുള്ളവരോട് മാത്രമേ ഞാൻ എൻ്റെ ബാഡ് ആറ്റിറ്റ്യൂഡ് കാണിക്കാറുള്ളൂ, മനസ്സിലായോ, നീ ഇപ്പോൾ എൻ്റെ മാനേജറാണ്, എന്നിട്ടും എൻ്റെ അസിസ്റ്റന്റിനെ പോലെ തന്നെയാണ് നിന്റെ സ്വഭാവം, നീ എൻ്റെ മാനേജറാണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ എന്തായാലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, അസിസ്റ്റന്റ് ആയിരിക്കാനും ഞാൻ ഓക്കെയാണ്, നീ ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്നാൽ ഞാൻ നല്ല ഹാപ്പിയാണ് എന്നവള് പറയുന്നു. ഇത് കേൾക്കുന്നതും ബോക്സു ഞാനാണോ ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത്, ഞാനാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നതെന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് അടുത്തത് തുടങ്ങുന്നത് കണ്ട് ഷെൻഷൻ അല്ല എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്, എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നതും ഞാനാണ് എന്ന് പറയുന്നു. ബോക്സു അപ്പൊ നീ പറയുന്നത് തെറ്റാണെന്ന് നിനക്ക് അറിയാം, എന്നിട്ടും നീ എന്നോട് വാദിച്ചുകൊണ്ട് നിൽക്കുവാണല്ലേ എന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ടേഴ്സിനോടുള്ള ദേഷ്യം തീർത്ത് അവൻ ആ മിൽറ്റി കുടിക്കുന്നു.
പക്ഷേ സത്യത്തിൽ ആ കുട്ടികളെ കണ്ടിട്ട് വിയേർഡായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് അവരെ കണ്ടിട്ട് ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അവരുടെ ബിഹേവിയർ, ചിന്തകള് അതെല്ലാം കണ്ടിട്ട് എനിക്ക് സ്ട്രേഞ്ച് ആയിട്ടാ തോന്നുന്നത് എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷനും ഞാൻ അന്വേഷിക്കാന്ന് പറയുന്നു. ഇവിടെ ഒരു റിപ്പോർട്ടർ ആ കുട്ടിയോട് നിന്നോട് ആരാ റിച്ച് ആവാൻ കോളേജിലേക്ക് പോണ്ടാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഈ സൗണ്ട് ബോക്സും ഷെൻഷനും കേൾക്കുന്നത് കാരണം അവരങ്ങോട്ട് പോയി നോക്കുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അമ്മയും മകനുമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. നീ ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യുന്നത്? ഈ ഫണ്ട് ഡ്രോപ്പ് ഔട്ട് ആയ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. നീ അപ്പൊ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ മകനെ നന്നായിട്ട് ചീത്ത പറയുന്നു. വഴക്ക് കേട്ട് ആ കുട്ടി കരയുന്നു. സോ അമ്മ നീ കരയണ്ട, പെട്ടെന്ന് നമുക്ക് ഷൂട്ട് തീർത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം എന്ന് പറയുന്നു. ഇതൊക്കെ കണ്ട് ബോക്സു നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഒരു ക്ലാസ് കാണിക്കുന്നു. അവിടെയാണ് ഒറിജിനൽ ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസ് ഉള്ളത്. ആ കുട്ടികൾ ഞങ്ങൾക്ക് ബോക്സുവിനെ കാണണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആള് നിങ്ങൾ അടങ്ങിയിരിക്കുക, അങ്ങനെയാണെങ്കിൽ അവസാനം ബോക്സ് നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തുന്നു. റിപ്പോർട്ടേഴ്സ് സോറി, ഞങ്ങളൊരു ഗുഡ് ഇംപ്രഷന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. എന്നാൽ ആ ഫണ്ടൊക്കെ ഞങ്ങൾ ഒറിജിനൽ ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസിന് തന്നെയാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ചെക്ക് ചെയ്യാം എന്നെല്ലാം ഷെൻഷനോട് പറയുന്നു. ഷെൻഷൻ ഓക്കെ, ഈ ഒരു തവണ മാത്രം, എന്നാൽ ഇനി മുതൽ ഇങ്ങനെ ചെയ്യരുത്, ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാം, എന്നാൽ ഞങ്ങൾക്ക് ഒറിജിനൽ ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസിനെ തന്നെ വേണം എന്ന് പറയുന്നു. ഇപ്പോൾ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ നിന്നും സ്റ്റുഡൻസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഷൂട്ട് കഴിയുന്നു. ഷൂട്ട് കഴിയുന്നതും ബോക്സ് ആ സ്റ്റുഡൻസിന്റെ അടുത്ത് സംസാരിക്കുന്നു. നിങ്ങളിൽ ആർക്കൊക്കെ ഐഡൽ ആവാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുന്നതും ആ കുട്ടികൾ എല്ലാവരും കൈവെക്കുന്നു. ഞാൻ നിങ്ങളെക്കാൾ വലിയ ആളാവും എന്നെല്ലാം ആ കുട്ടികൾ പറയുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നെല്ലാം ബോക്സ് സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് റിപ്പോർട്ടേഴ്സ് ഷൂട്ട് ചെയ്യുവാണ്. ഇതോടുകൂടി എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.